നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തേയ്മാനം. അതായത് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ടാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനത്തെ അസറ്റ്സ്, വെഹിക്കിൾസ്, ഫർണിച്ചറൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അത് ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ കാലങ്ങൾ നമ്മൾ ഒരു മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ അതിനത് പഴകി തുടങ്ങും. അപ്പോൾ അതിനൊരു തേയ്മാനം സംഭവിക്കുന്നു. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. The value of fixed asset goes on decreasing year after year due to constant use and passage of time. ഓരോ കാലങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഓരോ അസറ്റും തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. The word depreciation has been derived from the Latin word depreciation. D means down and pretium means price. Thus depreciation means decline the price or value of an asset. Depreciation is the permanent fall in the value of asset. നമ്മളിപ്പോൾ ഒരു പുതിയ സാധനം വാങ്ങിക്കാൻ കൊടുക്കുന്ന പ്രൈസ് ആയിരിക്കില്ല ഒരു സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിന് ആ ഒരു തേയ്മാനം, അതിൻ്റെ പ്രൈസ് വാല്യൂ കുറയുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസിലും വ്യത്യാസം വരും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, വിയർ ആൻഡ് ടിയർ. വെൻ ആൻ അസറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി യൂസ് ഇറ്റ് ഗെറ്റ് worn out. For example, plant and machinery. As a result, the value of asset may decrease. Plant and machinery ഒക്കെ ധാരാളം യൂസ് ചെയ്യുന്നതോറും അതിന് തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെ അതിൻ്റെ അസറ്റ് ഡിക്രീസ് ആവുന്നു. അവിടെ അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുന്നു. Passage of time. With the passage of time, the value of certain asset decreases even if they are not used in the business. It is due to natural causes like weather, wind, rain, etc. നാച്ചുറൽ കോസ്, അതായത് മഴ കൊണ്ട് തുരുമ്പ് പിടിക്കുക, അങ്ങനത്തെ ഇതൊക്കെ ഇല്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ വാല്യൂ കുറയുന്നു. ഇഫ്ലക്സ് ഓർ എക്സ്പിറ്റേഷൻ ഓഫ് ടൈം. There are certain assets like leasehold property, patent, copyright. Those value diminish with lapse of time. Their value diminishes year by year. Therefore, it should be written off during the period of asset. അത് ലീസ് പറഞ്ഞാൽ നമ്മൾ പാട്ടത്തിന് എടുക്കുക, അതിനെയാണ് ലീസ് എന്ന് പറയുക. Next one, obsolescence. The old asset will become out of date or out of fashion due to new invention, improved technology, technical advancement, etc. For example, with the introduction of color TV, black and white TVs have become outdated or obsolete. പണ്ട് കാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു, അതിനുശേഷം കളർ ടി വി വന്നു, LED വന്നു, LCD വന്നു. അങ്ങനെ പല പുതിയ ടെക്നോളജീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിക്ക് ഒരു ഡിമാൻഡും ഇല്ലാണ്ടാവുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, എക്സോഷൻ. വാസ്റ്റിംഗ് അസറ്റ് ലൈക്ക് മൈൻ, ക്വാറി, ഓയിൽ ഫീൽഡ് എക്സെട്ര ലൂസ് ദെയർ വാല്യൂസ് ഓൺ അക്കൗണ്ട് ഓഫ് എക്സോഷൻ ഓർ ഡിപ്ലേഷൻ. അതായത് ഒരു മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡിലൊക്കെ ഖനനം ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സമ്പത്തിനും ആ മൂല്യത്തിനും കുറവ് വരുന്നു. ആക്സിഡൻറ്റ്. സം ടൈം ആൻ അസറ്റ് മേ ബി ഡാമേജ് ഡ്യൂ ടു ഫയർ, എർത്ത്, നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ തെഫ്റ്റ് അല്ലെങ്കിൽ ഫയർ അങ്ങനെയൊക്കെ വരുന്നിട്ടും ഈ ഒരു അസറ്റുകൾ ഡാമേജ് ആവുന്നു. ഇനി നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? ടു അസർടെയിൻ ട്രൂ പ്രോഫിറ്റ്, യഥാർത്ഥമായ പ്രോഫിറ്റ് കണക്കാക്കാൻ. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള വ്യൂ കിട്ടാൻ. ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ശരിയായ രീതിയിൽ കണക്കാക്കാൻ. ടു പ്രൊവൈഡ് ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്, ടു കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്, ടു അവോയ്ഡ് ഓവർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. 2 തരത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്? അണ്ടർ ദിസ് മെത്തേഡ് ദ ഫിക്സഡ് ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ഈസ് ചാർജ് ആസ് ഡിപ്രീസിയേഷൻ എവറി ഇയർ. എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഡിപ്രീസിയേഷന് വേണ്ടി കണക്കാക്കും. നെക്സ്റ്റ്, റിട്ടേൺ ഡൗൺ വാല്യൂ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണെങ്കിൽ അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഇസ് കാൽക്കുലേറ്റ് ഓൺ ദ ബുക്ക് വാല്യൂ ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ് ഈച്ച് ഇയർ. ദാറ്റ് ഈസ് വൈ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് റിട്ടേൺ ഡൗൺ വാല്യൂ. ദ ഡിപ്രീസിയേഷൻ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദ റെഡ്യൂസിങ് ബാലൻസ്. ഹെൻസ് ദ എമൗണ്ട് ഈസ് ഡിപ്രീസിയേഷൻ ഗോസ് ഓൺ ഡിമിനിഷിങ് എവരി ഇയർ. എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ശേഷം അടുത്ത വർഷം ആ ഏത് എമൗണ്ടാണോ ബാലൻസ് ഉള്ളത് അതിൽ നിന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 10,000 ആണ് ഒരു അസറ്റിൻ്റെ വാല്യൂ. അതിൻ്റെ ഒരു 10% ഡിപ്രീസിയേഷന്
കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 10,000 മൈനസ് 10% പറഞ്ഞാൽ 1000 കുറഞ്ഞു. അപ്പോൾ നമുക്ക് 9,000 കിട്ടും. നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ ഇത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഈ 9,000-ൻ്റെ ആണ് നമ്മൾ 10% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് മൈനസ് ചെയ്യുക. അതേപോലെ അതിൻ്റെ ബാലൻസ് വരുന്ന എമൗണ്ടാണ് മൈനസ് ചെയ്യേണ്ടത്. അതിനാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് യൂണിഫോം എവറി ഇയർ ആഫ്റ്റർ ഇയർ. ഇതിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എല്ലാ വർഷവും ഒരേപോലെ ആയിരിക്കും. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഗോസ് ഡിക്രീസിങ് ഇയർ ആഫ്റ്റർ ഇയർ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ബുക്ക് വാല്യൂ റെഡ്യൂസ് ടു 0. ഇതാണെങ്കിൽ ബുക്ക് വാല്യൂ നെവർ ബിക്കം 0. ഡിപ്രീസിയേഷൻ ഇസ് കാൽക്കുലേറ്റഡ് ഇൻ ദ ഒറിജിനൽ കോസ്റ്റ്. ഒറിജിനൽ കോസ്റ്റിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിലാണെങ്കിൽ റെഡ്യൂസിങ് ബാലൻസിലാണ്. ഈസി ടു കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. Suitable for lower value furniture, patent, suitable for longer and higher value. Normally rate of depreciation is lower. ഇവിടെയാണെങ്കിലോ ഹയർ ആയിരിക്കും.